ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ NIT കാലിക്കറ്റിൻ്റെ പെർസെൻറ്റേജ് സ്കോറുകളും അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ഓഫ് പെർസെൻറ്റേജ് ഏതൊക്കെ ബ്രാഞ്ചസിൽ എത്രയൊക്കെ കട്ട് ഓഫ് പെർസെൻറ്റേജ് വേണം എന്ന് പറഞ്ഞിരുന്നു. 2024 ഡാറ്റയുടെ ബേസിലാണ് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ജോസ 2024 കൗൺസിലിംഗ് വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ ഡാറ്റാസൊക്കെ അവൈലബിൾ ആണ്. അവിടെ നമ്മൾ പറഞ്ഞത് NIT കാലിക്കറ്റിൻ്റെ കേസിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിലുള്ള ഓപ്പൺ കാറ്റഗറി റാങ്കുകളും അതിൻ്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജുമായിരുന്നു. അപ്പോൾ ഓപ്പൺ സ്റ്റേറ്റ് കോട്ട NIT കാലിക്കറ്റിൽ കൊടുക്കാനുള്ള മെയിൻ റീസൺ നമ്മൾ കേരള നേറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിൽ അപ്ലൈ ചെയ്യാം. ഹോം സ്റ്റേറ്റ് കോട്ടയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ കുറഞ്ഞ റാങ്കുകളിൽ നിങ്ങൾക്ക് NITസിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാക്കിയുള്ള പ്രോമിനൻറ്റ് NITസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്പൺ സ്റ്റേറ്റ് കോട്ട വേണം നിങ്ങൾ കൊടുക്കാൻ. ഈ ഓപ്പൺ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരള നേറ്റീവ് ആയതുകൊണ്ട് തന്നെ ബാക്കി സ്റ്റേറ്റുകളിലെ നേറ്റിവിറ്റി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ ജനറൽ CRL ലിസ്റ്റിൽ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഓപ്പൺ സ്റ്റേറ്റ് കോട്ടയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് NITs ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് NIT ട്രിച്ചിയാണ്. സോ ഈ NIT ട്രിച്ചിയിൽ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളിലേക്കൊക്കെ കയറാൻ ആവശ്യമായ റൗണ്ട് 5 വന്ന് എൻഡ് ചെയ്തപ്പോഴുള്ള അവിടുത്തെ കട്ട് ഓഫ് പെർസെൻറ്റേജ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് 2024 മാർക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോയിൽ പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രാഞ്ച് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിന് ഏകദേശം 98.6 ആയിരുന്നു നമ്മുടെ ഓപ്പൺ സ്റ്റേറ്റ് കോട്ടയിലെ CRL എന്ന് പറയുന്നത്. 98.6% സ്കോർ ചെയ്യണം. ഏകദേശം ഒരു 150 എബോവ് മാർക്ക് കയറണം എന്തായാലും റൗണ്ട് 5 വരുമ്പോൾ. പക്ഷേ അത് ഡിഫിക്കൽട്ടി, ഈ മാർക്ക് എന്ന് പറയുന്നത് ഷിഫ്റ്റിന് ഡിഫിക്കൽട്ടിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പെർസെൻറ്റേജിലാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി സിവിൽ എഞ്ചിനീയറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 98% ശരിക്കും സിവിൽ എഞ്ചിനീയറിംഗിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കട്ട് ഓഫ് പെർസെൻറ്റേജ് വന്നത് റൗണ്ട് 5 ഓപ്പൺ സ്റ്റേറ്റ് കോട്ടയിൽ. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 99.8 ആയിരുന്നു കമ്പ്യൂട്ടർ സയൻസിൽ ട്രിച്ചിയിൽ റൗണ്ട് 5 ഏറ്റവും അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഏകദേശം ഒരു 211 മാർക്കിന് എബോവ് നമുക്ക് വേണ്ടി വരും. ദാറ്റ് ഇസ് JEE മെയിൻസിന് സ്കോർ ചെയ്താലേ ട്രിച്ചി NITയിൽ കമ്പ്യൂട്ടർ സയൻസിന് നമുക്ക് മിനിമം സ്കോർ അല്ലെങ്കിൽ നമുക്ക് സീറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പം 99.4%, അതായത് ഏകദേശം ഒരു 180 എബോവ് മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യേണ്ടതായിട്ട് വരും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ 99.6%, അതും ഒരു 190 മുകളിലേക്ക് മാർക്കുകളൊക്കെ വരുമ്പോഴാണ് നമുക്ക് അവിടെ പരിഗണിക്കപ്പെടുക. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് 98.8, 150 എബോവ് മാർക്ക് അവിടെയും വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണാം. ഇപ്പോൾ രണ്ട് കോളേജസൊക്കെ കമ്പയർ ചെയ്തപ്പോൾ അവിടുത്തെ ടോപ്പ് ബ്രാഞ്ചുകളായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോഴും CS കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്. അതിനുശേഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗും അതിനുശേഷം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമാണ്. IT ബ്ലൂമിങ് കാരണമാണ് ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാകുന്നത്. പക്ഷെ എന്നാൽ പോലും മെക്കാനിക്കലും സിവിലിനും നല്ല കോളേജസിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല പ്ലേസ്മെൻറ്റുകൾ കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കോർ ബ്രാഞ്ചുകൾ എന്ന് പറയുന്ന സിവിലും മെക്കാനിക്കലും നോക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങൾ നല്ല ടോപ്പ് NITസിലൊക്കെ നിലവിൽ കുറച്ച് കട്ട് ഓഫ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ സീറ്റ് ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ നോക്കിയെടുക്കാം, അല്ലെങ്കിൽ ആ ബ്രാഞ്ചുമായി ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. കോർ ബ്രാഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡിമാൻഡിങ് ബ്രാഞ്ചസ് ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഒരു 99% എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് NITസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇനി പുതിയൊരു NITയുടെ വീഡിയോ അല്ലെങ്കിൽ NITയുടെ പേഴ്സണൽ ഡിസ്കഷൻ നമുക്ക് കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്.